അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു മെത്രാച്ചൻ 8 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു. അപ്പൊ ഇതുകൊണ്ട് എന്ത് വിശേഷമാണ് സഭയ്ക്കുള്ളത്? അദ്ദേഹത്തെ സഭ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തെല്ലാം തെറ്റായ ചിന്താഗതികളും ഉപദേശങ്ങളും കൊണ്ടാണ് ഈ അച്ഛന്മാർ നടക്കുന്നറിയോ? അവരൊന്നും സഭയുടെ വിശ്വാസമൊന്നും അല്ല. കാരണം അവർ ഈ അമ്പലക്കാള നടക്കുന്ന പോലെ നടക്കുകയാണ്. ഇതിങ്ങനെ നടന്നാൽ ചന്തവഴിയെല്ലാം കാണുന്നെല്ലാം പെറുക്കി തിന്നും, പ്ലാസ്റ്റിക് വരെ തിന്നും. അത് ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ ദൈവശാസ്ത്രം. നമ്മുടെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലിറ്റർജിയിലാണുള്ളത്. നമുക്ക് കത്തോലിക്ക സഭയുടെ പോലെ ഒരു കാറ്റക്കിസം വേറെ ഒരു പുസ്തകമായിട്ടില്ല. അപ്പൊ ദൈവശാസ്ത്രത്തിൽ നിന്ന് നമ്മുടെ ആരാധനാക്രമത്തിലാണ്, ലിറ്റർജിക്കൽ തിയോളജി എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മുടെ സഭയില് മെത്രാച്ചന്മാര് കഴിവുള്ളവരുണ്ട്. അപ്പൊ ഈ മെത്രാച്ചന്മാർ എന്ത് ചെയ്യണം? അത് ഒരു സംഘം അച്ഛന്മാരെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് അവരെ പഠിപ്പിച്ചിട്ട് അവർക്ക് ഈ അധ്യാപകർക്ക് അല്ല, ഇപ്പം മെത്രാന്മാർക്ക് പോയി സൺഡേ സ്കൂൾ അധ്യാപകരെ മുഴുവൻ പഠിപ്പിക്കാൻ പറ്റത്തില്ല, പ്രായോഗികമല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു മെത്രാച്ചൻ 8 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു. 8 വർഷം പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തു, ലോകോത്തര കേന്ദ്രത്തിൽ നിന്ന് ആ ഡോക്ടറേറ്റ് എടുത്തു നോക്കുക. അപ്പൊ ഇതുകൊണ്ട് എന്ത് വിശേഷമാണ് സഭയ്ക്കുള്ളത്? അദ്ദേഹത്തെ സഭ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തെ കല്യാണം നടത്താനാണ് വിളിക്കുന്നത്. അപ്പൊ ഈ കല്യാണം നടത്താൻ വേണ്ടി പെണ്ണിന്റെ മാലയും പെണ്ണിന്റെ ചെരുപ്പും പെണ്ണിന്റെ സാരിയും, അല്ലെ സാരി അല്ലെ ഗൗണും, പിന്നെ വീഡിയോയും, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആളുകൾ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പിന്നെ മറ്റു പല കാര്യങ്ങളാണ് ആളുകൾ തമ്മിൽ കണ്ടു, കമ്പനി കൂടുന്നു, പിന്നെ ഭക്ഷണത്തെ പറ്റി മറ്റു പല കാര്യങ്ങളിലും ആളുകൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഈ മെത്രാച്ചൻ വന്ന് എന്ത് ചെയ്യാനാ? മെത്രാച്ചൻ വന്ന് അവിടെ നോക്കൂത്ത് പോലെ നിൽക്കുന്നു. മെത്രാനും വന്നു. അപ്പോൾ ഒരു ആന എഴുന്നള്ളിക്കുന്നു, അല്ലെ ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നു. അപ്പൊ ഇദ്ദേഹം വന്നു, ആകെ ഒരു ഓളം, വീഡിയോക്കാർക്കും ഒരു ഹരം. അപ്പൊ അങ്ങനെ മെത്രാൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോണു. ഇതാണ് ഈ മെത്രാന്മാരെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. രണ്ടാമത് പെരുന്നാളിന് വിളിക്കുക. അപ്പൊ പെരുന്നാളിന് വന്നു കഴിയുമ്പോൾ വലിയ ബഹളമാണ് അവിടെ. അപ്പം മെത്രാച്ചൻ വരുന്നു. ശരിയാ, മെത്രാച്ചൻ വന്നു, കുർബാന ചൊല്ലി. പെരുന്നാൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുവോ? ഈ പെരുന്നാൾ പ്രസംഗത്തെ ആ ഇടവയെ പറ്റിയും ആ ട്രസ്റ്റിയെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ് പോരാനല്ലേ മെത്രാന് പറ്റുള്ളൂ. മെത്രാൻ അവിടെ നിന്ന് പോയി. മൂന്നാമത് പിന്നെ മെത്രാൻ വരുന്നത് എവിടെയാ? അതുപോലെ വല്ല ഇൻഫ്ലുവൻസ് ആയിട്ട് ആളുകളുടെ വല്ല ശവസംസ്കാരം വല്ലതും വന്ന ഒന്ന് വരും, മരിച്ചവരുടെ പ്രത്യാശയെ പറ്റി 10 മിനിറ്റ് പ്രസംഗി. ഇവിടം കൊണ്ട് മെത്രാൻ റോള് തീർന്നില്ലേ? ഈ മെത്രാന്മാർ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഇവർ പഠിച്ചോണ്ട് എന്താ വിശേഷം? അപ്പോ ഒരു ഭദ്രാസന മെത്രാപ്പോലിത്ത 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ആ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരെയും വിളിച്ചുകൂട്ടി ഒരു 2 ദിവസത്തെ ക്ലാസ് കൊടുക്കണം. ഈ മെത്രാന്മാര് ഇപ്പൊ ഒരു ഭദ്രാസനം ഉണ്ട്, ആ ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും കൂടെ വിളിക്കണം. വിളിച്ചിട്ട് ഭദ്രാസനത്തിന് സ്വന്തമായി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഐഡിയൽ ഭദ്രാസനമാണ്. ഇനി സ്വന്തമായിട്ട് ഈ അച്ഛന്മാരെ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഒരു റെന്റഡ് ഫെസിലിറ്റി. ഇന്ന് നമുക്ക് ധാരാളം വളരെ എക്കണോമിക്കലായിട്ടുള്ള റെന്റൽ ഫെസിലിറ്റീസ് ഉണ്ട് ഇന്ന് നമുക്ക് കൂടാൻ വേണ്ടി. ഒരു പോഷ് റിസോർട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അഫോർഡബിൾ പ്ലേസസ് ഉണ്ട്. അങ്ങനെ ഒരു പ്ലേസിൽ ഇവർ കൂടി 2 ദിവസം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലുകയും യാമപ്രാർത്ഥന ചൊല്ലുകയും ഈ സത്യവിശ്വാസം പഠിപ്പിക്കുക എല്ലാം ചെയ്യുന്ന ഒരു സെഷനായിട്ട് ഇന്ററാക്ട് ചെയ്യണം 2 ദിവസം. ആ 2 ദിവസം കൊണ്ട് ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാകും. ഈ ശുശ്രൂഷകന്മാരും അച്ഛന്മാരും മെത്രാച്ചനും 3 മാസം കൂടുമ്പോൾ, അതായത് വർഷത്തിൽ 4 സമ്മേളനം എല്ലാ മെത്രാന്മാരും വെക്കണം. അങ്ങനെയാണ് സത്യവിശ്വാസത്തെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരും. പിന്നെ ഇവരുടെ ഇടയിൽ തെറ്റായ ബോധ്യങ്ങളും വിശ്വാസവും, എന്തെല്ലാം തെറ്റായ ചിന്താഗതികളും ഉപദേശങ്ങളും കൊണ്ടാണ് ഈ അച്ഛന്മാർ നടക്കുന്നറിയോ? അവരൊന്നും സഭയുടെ വിശ്വാസമൊന്നും അല്ല. കാരണം അവർ ഈ അമ്പലക്കാള നടക്കുന്ന പോലെ നടക്കുകയാണ്. ഈ അമ്പലക്കാള എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം, കോട്ടയത്തെ ഒരു അമ്പലക്കാള കുറെ എണ്ണം ഉണ്ട്. ഇതിങ്ങനെ നടന്നാൽ ചന്തവഴിയെല്ലാം കാണുന്നെല്ലാം പെറുക്കി തിന്നും, പ്ലാസ്റ്റിക് വരെ തിന്നും. പ്ലാസ്റ്റിക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇങ്ങനെ തടിച്ചു കൊഴുത്തിങ്ങനെ നടക്കണം. വലിയ ഉപദ്രവം. ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോൾ നടുക്ക് കയറി നിൽക്കുക, ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞിട്ട് സ്ട്രിക്റ്റായ ഒരു ഡയറ്റോ ഒരു പരിഗണനയൊന്നുമില്ല. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പെന്തക്കോസുകാരുടെ യോഗത്തിന് പോകും. ഞാൻ കണ്ടിട്ടുണ്ട് പെന്തക്കോസുകാരുടെ കൺവെൻഷൻ അച്ഛന്മാരിരിക്കുന്നത്. അവരുടെ പുസ്തകം മേടിക്കും, അവരുടെ കാസറ്റ് മേടിക്കും. ഈ അച്ഛന്മാരുടെ ഒക്കെ കാറെ കയറിയിരുന്നാൽ കേൾക്കുന്ന പാട്ട് പെന്തക്കോസ് തീ പോലെ ഇറങ്ങണമേ എന്നൊക്കെയാണ് കേൾക്കുന്നത്.
ഒരു അച്ഛന് പാടുന്ന സഭയുടെ ഒരു ഗീതം പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. പല അച്ഛന്മാരുടെ പാട്ട് ഫേസ്ബുക്കിലുണ്ട്. എല്ലാവരും ബന്ധുക്കൊസുകാരുടെ പാട്ടാണ് പാടുന്നത്. കൊള്ളാം അച്ഛൻ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുക. അപ്പൊ അതുപോലെ തന്നെ ഈ കുപ്പായം ദുരുപയോഗിക്കുക. ഇപ്പം ഒരു അച്ഛനുണ്ട്, ഈ അച്ഛന്റെ പാട്ട് ആവറേജിൽ താഴെയാ, ശരാശരി താഴെ നിലവാരാ. പക്ഷെ അച്ഛന് ഭയങ്കര ഫാൻ ഫോളോവിങ് ലൈക്കുക. കാരണം എന്നാ? കുപ്പായം ഉള്ളതുകൊണ്ട്. കുപ്പായം ഇട്ട് പാടുമ്പോൾ അച്ഛൻ പാടി. ഈയിടെ ഒരു അച്ഛൻ ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ അച്ഛൻ അടിപൊളിയായിട്ടുണ്ട്. കാരണം എന്നാ? മറ്റു പൊതുജനവും വന്ന് പ്രോത്സാഹിപ്പിക്കുക. കാരണം ഈ അച്ഛൻ കുപ്പായം ഇട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അച്ഛന്റെ കുപ്പായം ഇല്ലാതെ ഇവൻ ഡാൻസ് കളിച്ചാൽ അതിനിടെ ചീത്തവിളി തന്നെ വരാം. കാരണം അത്രയ്ക്ക് പരിതാപകരമായ ഡാൻസാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ സഭയുടെ വിശുദ്ധ വസ്ത്രത്തെ, തിരുവസ്ത്രത്തെ ദുരുപയോഗിക്കുകയാണ്. ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ മാസം സിറോ മലബാർ സഭയുടെ ഒരു സർക്കുലർ മാർഗരേഖ ഇറങ്ങിയിട്ടുണ്ട്. അച്ഛന്മാര് തിരുവസ്ത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മറ്റു കാര്യങ്ങൾക്ക് തിരുക്കർമ്മങ്ങളോടനുബന്ധിച്ചല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അവരുടെ ബിഷപ്പുമാരുടെ സൈൻ എല്ലാം ചെയ്ത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതൊരു വലിയ ദുരുപയോഗം. കത്തോലിക്ക സഭയിൽ ഈ പ്രശ്നമുണ്ട്. അവരുടെ അച്ഛന്മാർ ഈ കുപ്പായിട്ടും കന്യാസികളും എല്ലാം ഇത്തരം പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടു. ഇവിടെ യാക്കോബായ സഭയിലും ഓർത്തഡോക്സിൽ നിന്നും അച്ഛന്മാർ ഈ പണി കാണിക്കുന്നു. അപ്പൊ അതിന്റെ കാരണം ഇവരൊക്കെ ഒരു അമ്പലക്കാളകളെ പോലെ നടക്കുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ 3 മാസം കൂടുമ്പം മെത്രാന്മാർ വിളിക്കണം. മെത്രാന്മാരുടെ കീഴിലുള്ള ഒരു അച്ഛന്മാർ ഇനി വാട എല്ലാവരും വരാൻ പറയണം. അപ്പോഴാണ് ഒരു പിതാവാകുന്നത്. ആ ഭദ്രാസനത്തിന്റെ ഒരു പിതാവ്, ഇത് ഐഡിയൽ പിതാവ് എന്ന് പറഞ്ഞാൽ ആരും ഒരു ബന്ധവുമില്ല നടക്കുകയാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, പിതാവും മകനും ആയിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഈ അച്ഛന്മാരെല്ലാം വിളിച്ചു വരുത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും ഇടവകല കാര്യങ്ങളും ഇതെല്ലാം ഈ 2 ദിവസം ഇവർ ഒരുമിച്ചിരിക്കുമ്പം ഈ കാര്യം ഇവരെല്ലാം തമ്മിൽ നല്ലൊരു ബന്ധവും. അപ്പൊ സത്യവിശ്വാസം പഠിപ്പിക്കുകയും അപ്പൊ ഈ അച്ഛന്മാരൊരു പുതിയ ചൈതന്യത്തോടെയും പുതിയ ദർശനത്തോടെയും ഇടവകളിൽ ചെല്ലും, കുർബാന ചൊല്ലുകയും അവിടെ വീടുകൾക്ക് എന്തെങ്കിലും പിന്നോക്കാവസ്ഥ ഉണ്ടെങ്കിൽ അവരുടെ വീടുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ട് അവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊരു എന്താണ് പറയുന്നത്, ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് വേണം സഭ പ്രവർത്തിക്കാൻ. അല്ലാതെ ഇപ്പൊ എന്ന് വെച്ചാൽ ആളുകൾ കുർബാന ചൊല്ലുന്നു, കാഴ്ച കാണാൻ വേണ്ടി കുറെ പേര് വരുന്നു, കുറെ പേര് ഇങ്ങനെ പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഓർഗാനിസം. ചർച്ച് ഈസ് എ ബോഡി എന്നാണ് പറഞ്ഞത്. കോർപ്പസ് ക്രിസ്റ്റി. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരം. അപ്പൊ ആ കോർപ്പസ് ക്രിസ്റ്റി ആകുന്നില്ല. കോർപ്പസ് ക്രിസ്റ്റിക്ക് പകരം ഈ കാളയുടെ ഒക്കെ ബോഡി ഇങ്ങനെ കശാപ്പോടെ വെച്ചിരിക്കുന്നില്ല, പീസ് പീസായിട്ട് ഇങ്ങനെ കുറെ അവിടെ തൂങ്ങി കിടക്കുന്നു, തല വെട്ടി ഫ്രണ്ടിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ശരീരം യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ജീവസുറ്റതായിട്ട് നിൽക്കണം. അപ്പൊ ജീവനോടെ അത് ചൈതന്യമുള്ളതായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിന്നെങ്കിലും ഒക്കത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് വരേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മുടെ പുതിയ ബാവയൊക്കെ വന്നതോടുകൂടെ ഒരു പുതിയ ദർശനത്തോടെ പുതിയ കാഴ്ചപ്പാടോടെ സഭ ഒരു പുതിയ ചൈതന്യത്തിൽ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വ്യത്യസ്തമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമായിരിക്കും. പക്ഷെ ഇന്നത്തെ രീതിയിൽ ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് സിലബസും പഠിപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സഭ ഇല്ലാതെയാകും. സഭ ഒരിക്കലും നിലനിൽക്കത്തില്ല. കാരണം ഇപ്പൊ തന്നെ ആർക്കും കയറി ഇറങ്ങാം എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ ലാംഗ്വേജ് മറ്റുള്ളവർക്ക് അറിയാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വൾണറബിൾ ആകുക. അതെ, നമ്മുടെ വൾണറബിലിറ്റി കൂടുകയാണ്. നമുക്കൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ്. നമ്മുടെ ആരാധന സുറിയാനിയിൽ കൂടുതലായിട്ട് ആരാധനാക്രമങ്ങൾ സുറിയാനിയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു വലിയ ഈ ഒരു ഫയർവാളാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിനൊക്കെ ഫയർവാൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോലെ, മനസ്സിലായി? അപ്പൊ അത് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ ഭാഷയും പെന്തക്കോസുകാരുടെ ഭാഷയും ഒരുപോലെയായി. ഇന്നിപ്പം യാക്കോബായ സഭയിൽ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഈ കണ്ണടച്ചിരുന്ന പെന്തക്കോസിലെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തോന്നും. യാതൊരു വ്യത്യാസവും ഇല്ല. സ്തോത്രം കർത്താവേ, സ്തോത്രം, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ എന്ന് പറഞ്ഞൊരു പെന്തക്കോസ് പ്രാർത്ഥനയാണ് ഇവിടെ 90% അച്ഛന്മാരും നടത്തുന്നത്. ഒരു സുറിയാനി സഭയുടെ ഒരു ഫ്ലേവറും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ വന്നാൽ അവന് കുറച്ചിലാണെന്ന് തോന്നിക്കൊണ്ട് അത് ബോധപൂർവ്വം അത് ഒഴിവാക്കി പെന്തക്കോസ് രീതിയിലുള്ള പ്രാർത്ഥന, എക്സ്റ്റംപററി പ്രേയേഴ്സ് നടത്തും.